ഹലോ, ഇന്ന് എന്താ അറിയോ വീഡിയോ നോമ്പ് കാലമൊക്കെ ആണല്ലോ. എനിക്ക് പറ്റുന്ന നോമ്പൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും ആദ്യമൊക്കെ ഇങ്ങനെ ഒന്നോ രണ്ടെണ്ണമോ ഒക്കെ ആയിട്ട് തുടങ്ങി പിന്നെ ഇങ്ങനെ ഓരോന്നും കഴിയുന്നത്ര എടുക്കാറുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ ഇതായിട്ടൊന്നും അങ്ങനെ നോക്കില്ല. മക്കൾ ഇപ്രാവശ്യം ഇവിടുന്ന് സമ്മതിക്കണില്ല, ഞങ്ങൾക്ക് നോമ്പ് തുറ വേണം. ഇപ്പം എല്ലായിടത്തും ഇതാണല്ലോ, നോമ്പ് തുറയാണല്ലോ, അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അതിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പിന്നെ എന്നാൽ ശരി ഒരു ദിവസം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മന്തിയും അൽഫാമും ഒക്കെ ഉണ്ടാക്കി. അതാണ് ഈ വീഡിയോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ആദ്യം ചെറിയ ഉള്ളിയും തക്കാളി, വലിയ ഉള്ളിയും കുറച്ച് പച്ചമുളകും പിന്നെ പുതിനേൻ്റെ ഇലയും മല്ലീൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ ഇത്. അതാദ്യം അതിലേക്ക് ഇട്ട് പിന്നെ ചിക്കനൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തു അതിലടുത്തേക്ക് മസാല എത്താൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഈ മുളക് പൊടി മഞ്ഞളൊക്കെ എടുത്ത് വെച്ചില്ല, അതും ഇട്ട് ഉപ്പും ഇട്ടിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴേക്കും ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി, പത്തിരിയും കുറച്ച് ഉണ്ടാക്കി വെച്ചു. പിന്നെ മന്തീൻ്റെ റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു, അതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അപ്പോഴേക്ക് ഞാൻ എന്താ പറയുക ഒരു ഇതുപോലെ ഉണ്ടാക്കാം, ചട്ടിപ്പത്തിരി പോലെ ആക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ചിക്കൻ വറുത്ത് വെച്ചിരുന്നു. അതിലേക്ക് ഓൾറെഡി ഇന്നാൾ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ. കുറച്ച് അതും അങ്ങനെ വേഗം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതും വേഗം ആക്കി വെച്ചു. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തുടങ്ങിയത് പരിപാടികളൊക്കെ. പിന്നെ ഏട്ടന് പോവാനും ഉണ്ടായിരുന്നു, നൈറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ എന്നാൽ വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലതും വേഗം അങ്ങനെ ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് വത്തക്ക കൊണ്ടുവന്ന് വെച്ചിരുന്നു ബാബുവേട്ടൻ, അത് വെച്ചിട്ട് വത്തക്ക കൊണ്ട് കുറച്ച് ജ്യൂസ് ഉണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ച് മുറിച്ച് വേറെ എടുത്ത് വെച്ചു. പിന്നെ ഓരോ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു, ഓറഞ്ചും മാങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു. മുന്തിരിയൊക്കെ കഴുകി വെച്ചിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചു. അപ്പോഴേക്ക് കൗശി വിളക്കൊക്കെ കത്തിച്ച് അപ്പോഴേക്ക് പിന്നെ ബാങ്ക് കൊടുക്കാറായി. എല്ലാവരും വന്നു ഇരുന്നു. അതാ എല്ലാം എടുത്ത് വെച്ച് റെഡിയായി. ഇതാ ഓരോന്നായിട്ട് അവർ കഴിക്കാൻ തുടങ്ങി. അവരതുകൊണ്ട് നല്ല ഹാപ്പിയായി എല്ലാവരും. അപ്പോൾ പിന്നെ നിത്തുട്ടനും നീരും ഒക്കെ ഉണ്ടായിരുന്നതാ. ഞാൻ പിന്നെ കുറേ വെള്ളം കുടിക്കുക ചെയ്യുക. എനിക്ക് വെള്ളത്തിന് ദാഹം ഉണ്ടാവും ആ സമയമാകുമ്പോൾ. ഞാൻ പറ്റുന്നതൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. രാവിലെ എനിക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, നേരത്തെ എണീറ്റിട്ട് ഞാൻ ഈ പറഞ്ഞ മാതിരി കുറേ വെള്ളം കുടിക്കുക ചെയ്യുക. എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിയുന്നതൊക്കെ എടുക്കാറുണ്ട്, എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പറ്റുന്നവരൊക്കെ എടുത്തോ പൊക്കോളൂ, നല്ല സുഖമാണ് ശരീരത്തിനൊക്കെ മനസ്സിനും ഒക്കെ സുഖം തന്നെയാണ്. പിന്നെ അവർ മന്തി അൽഫാമൊക്കെ കഴിച്ചു, അവർക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും. അൽഫാമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പത്തിരി ഉണ്ടായിരുന്നു, അവർക്കത് അവിടെ വലിയ ഇഷ്ടമില്ല. ഇതൊക്കെയാണ് ഞങ്ങളെ കുട്ടി നോമ്പ് തുറ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.